നിങ്ങൾ ഇറങ്ങിയില്ലേ? ഇല്ല, നിങ്ങൾ വിട്ടോ, ഞങ്ങൾ വന്നേക്കാം. അതെന്തേ? ഒരു 10,000 പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരോടൊക്കെ എന്ത് പറയാനാ? ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ. ഒന്ന് വേഗം ഇറങ്ങു നീ. മഞ്ഞുവേട്ടാ, അപ്പൊ നിന്നോട് 8 മണിക്ക് റെഡി ആവാൻ പറഞ്ഞല്ലേ? അത് കുറച്ച് വൈകിന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ 8 മണിക്ക് കല്യാണം കൂടി പോണ വണ്ടി പോവും. കല്യാണ ചെക്കൻ കാരണം വേണ്ടി നേരത്തെ പൊക്കോളൂ. പിന്നെ കൃത്യം 8 മണിക്ക് എല്ലാവരും അങ്ങോട്ട് എത്താല്ലേ? നമ്മളെന്തിനാ നോക്കണേ? നമ്മുടെ അടുത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചെല്ലണം. നമ്മളെ നോക്കി നിൽക്കേണ്ട അവസ്ഥ അത് ശരിയല്ല. ഈ വണ്ടിക്കാരെല്ലാം കൃത്യസമയത്ത് എത്താല്ലേ? ആരും വന്നില്ലെങ്കിലും വണ്ടിക്കാര് കൃത്യസമയത്ത് തന്നെ വരും. അത് ചേട്ടൻ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തോന്നണ്ട. അതെ, ഡ്രൈവർ എന്ന വാക്കി തന്നെ ഉണ്ട് അവരുടെ ജോലിയോടുള്ള സമീപനം. ഡി ഡിസിപ്ലിൻ, അച്ചടക്കം, റെസ്പെക്ട് ബഹുമാനം, ഇന്റലിജന്റ് ബുദ്ധിശക്തി, വിഷൻ കാഴ്ച, എഫിഷ്യൻസി കഴിവ്, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം, ഇതെല്ലാം ചേർന്നതാ ഒരു ഡ്രൈവർ. അതൊക്കെ വണ്ടി ഓടിക്കുമ്പോ പോരെ, ജീവിതത്തിൽ ഇതൊക്കെ പകർത്തണം. അവരവര് ചെയ്യുന്ന തൊഴിലിന്റെ സമീപനവും അവനവന്റെ ജീവിതത്തെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം നീ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയല്ലേ? എന്തെങ്കിലും നിനക്ക് കൃത്യമായിട്ട് ഓഫീസിൽ പോകണം എന്നുള്ള വല്ല ചിന്ത ഉണ്ടായിട്ടുണ്ടോ? നീ എന്തെങ്കിലും ചെന്നിട്ടുണ്ടോ? അലസത നിന്റെ ജീവിതത്തെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഡ്രൈവർക്ക് കൃത്യനിഷ്ഠതയുടെ വില ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടല്ലേ ഏട്ടാ? നമ്മൾ വിചാരിച്ച സാഹചര്യങ്ങൾ അനുകൂലാക്കാം. അവള് വല്ല മനഃപൂർവ്വം ചെയ്യണതാണോടാ? ഒത്തിരി വൈകിട്ടൊന്നുമില്ല, വേഗം പോയാ പോരെ.